ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസിൽ ഈ വർഷം വാഴ 2 സിനിമയ്ക്ക് ശേഷം മറ്റൊരു മലയാള സിനിമയും അങ്ങനെ 100 കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ്. ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമ. ലാലേട്ടന് മാത്രം ഒരുപാട് സിനിമകൾ തന്നെയാണ് ഡൊമസ്റ്റിക്കിലെ മാത്രം 100 കോടി ക്ലബ്ബ്. എന്തായാലും അതൊക്കെ നമുക്ക് പരിശോധിക്കാം. എന്തായാലും നമുക്ക് സിനിമയുടെ 9 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പരിശോധിക്കാം. നമുക്ക് അതിനു മുമ്പ് ഇല്ലാതെ കാണുന്നതാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സ് വ്യൂസ് യൂട്യൂബ് ചാനൽ. സിനിമ കണ്ടവർ എന്തായാലും മറക്കാതെ ദൃശ്യം 3 സിനിമയുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുത്തുക. ദൃശ്യം 3 നമ്മുടെ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ വന്ന ലാലേട്ടൻ സിനിമയാണ്. ദൃശ്യം എന്ന സിനിമയുടെ 3ാമത്തെ ഇൻസ്റ്റാൾമെന്റ്. എന്തായാലും പടത്തിന് 2ാമത്തെ വെള്ളിയാഴ്ചയും നല്ലൊരു കളക്ഷൻ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ട്രാക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രൈഡേ കളക്ഷന്. റിയൽ ടൈം ഉച്ച വരെ ഉള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഓൾമോസ്റ്റ് അതിൽ കേൾക്കാൻ സാധിച്ച നമ്പേഴ്സ് 2,75,00,000 ഓർമ്മ ശരിയാണെങ്കിൽ. നിലവിൽ നമുക്ക് സിനിമയുടെ ഫൈനൽ കളക്ഷൻ നോക്കുമ്പോൾ സിനിമയ്ക്ക് വെള്ളിയാഴ്ച ഓൾമോസ്റ്റ് 4,27,00,000 ട്രാക്ക് ചെയ്യാൻ സാധിച്ച സിനിമയ്ക്ക് 2ാമത്തെ വെള്ളിയാഴ്ച. എന്തായാലും സിനിമയ്ക്ക് 9 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ 67,02,00,000 കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം സിനിമയ്ക്ക് ഇപ്പൊ നിലവിൽ ഷെയർ ആയിട്ട് 32,68,00,000 കാണാൻ സാധിക്കുന്നത്. ഇനി വാഴ 2 സിനിമയുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് പരിശോധിക്കാൻ നമുക്ക് കഴിഞ്ഞ 9 ദിവസത്തെ. തമിഴ്നാട് സിനിമയ്ക്ക് നിലവിൽ കഴിഞ്ഞ 9 ദിവസം കൊണ്ട് 7 കോടിയുടെ മുകളിൽ തന്നെയാണ് ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. 7,26,00,000 സിനിമയ്ക്ക് കഴിഞ്ഞ 9 ദിവസം കൊണ്ട് തമിഴ്നാട് ഗ്രോസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. തമിഴ്നാട് ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ കളക്ഷൻ മാത്രം 3,20,00,000. നിലവിൽ സിനിമയ്ക്ക് 9ാമത്തെ ദിവസം തമിഴ്നാട് 25,00,000 ഗ്രോസ് കാണാൻ സാധിക്കും. നല്ലൊരു എക്സലന്റ് ആയ ഹോൾഡ് കറുപ്പ് സിനിമയുടെ ഇടയിലും ദൃശ്യം 3 സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി സിനിമയുടെ തെലുങ്ക് പകർപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ തെലുങ്കിലെ കളക്ഷൻ തന്നെയാണ്. 9 ദിവസം കൊണ്ട് സിനിമയ്ക്ക് ഗ്രോസ് ആയിട്ട് 9,92,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ പരിശോധിക്കുകയാണെങ്കിൽ 4,73,00,000. നല്ലൊരു ബോക്സ് ഓഫീസ് റണ്ണിങ് തന്നെയാണ് തെലുങ്ക് സ്റ്റേറ്റിലും നമ്മുടെ ദൃശ്യം 3 സിനിമയ്ക്ക് കാണാൻ സാധിക്കും. സിനിമയ്ക്ക് 9ാമത്തെ ദിവസം ഓൾമോസ്റ്റ് 24,00,000 ഗ്രോസ് കളക്ഷൻ കാണാൻ സാധിക്കും. തെലുങ്കിലാണേലും തമിഴിലാണേലും പാൻ ഇന്ത്യൻ ലെവലിൽ റിലീസ് സിനിമയ്ക്ക് നല്ലപോലെ യൂസ് ആവുന്നുണ്ട് സിനിമയുടെ ബോക്സ് ഓഫീസ് നമ്പേഴ്സിലോട്ട്. ഇനി സിനിമയുടെ ഓവർസീസ് തന്നെയാണ്, നമ്മുടെ വിദേശത്തെ കളക്ഷൻ തന്നെയാണ്. വിദേശത്തെ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ 105 കോടിയുടെ മുകളിൽ തന്നെയാണ് ഗ്രോസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഈ വർഷത്തെ 2ാമത്തെ സിനിമയാണ് $10 മില്യൺ, അതും നമ്മുടെ ഓവർസീസിന്. ആദ്യ സിനിമ നമ്മുടെ ദുരന്തർ ദ റിവെഞ്ച് എന്ന സിനിമയാണ്, ബോളിവുഡ് സിനിമ. അതിനുശേഷം മറ്റൊരു സിനിമ എന്ന് പറയുന്നത് ലാലേട്ടന്റെ മോളിവുഡ് നിന്ന് സൗത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമയാണ്. 10 മില്യൺ ഓവർസീസ് കളക്ഷൻ ഇതുവരെയായിട്ട്, അല്ലെങ്കിൽ ഈ മെയ് മാസമായിട്ട് കഴിഞ്ഞ 5 മാസമായിട്ട് ആകെ 2 സിനിമകൾ മാത്രമാണ് വിദേശത്ത് 100 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. ഒന്ന് നമ്മുടെ ദുരന്തർ എന്ന സിനിമയാണ് രൺവീർ സിംഗിന്റെ, മറ്റൊന്ന് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ സിനിമ തന്നെയാണ് ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമ. അതൊരു നല്ലൊരു നേട്ടം തന്നെയാണെന്ന് ഞാൻ എടുത്തു പറയണം. ഡൊമസ്റ്റിക് ആയിട്ട് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 100 കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടന്റെ ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമ. ലാലേട്ടന് മാത്രം മൊത്തം 4 സിനിമകളാണ് ഡൊമസ്റ്റിക് നിന്ന് 100 കോടി കാണാൻ സാധിച്ചത്. ഒന്ന് നമ്മുടെ പുലിമുരുകൻ, മറ്റൊന്ന് എമ്പുരാൻ, തുടരും, പിന്നെ നമ്മുടെ ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമ. അങ്ങനെ 4 ലാലേട്ടൻ സിനിമകളാണ് ഡൊമസ്റ്റിക് മാത്രം 100 കോടി ഗ്രോസ് കാണാൻ സാധിച്ചത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോൾ ഓൾമോസ്റ്റ് 207,88,00,000. സിനിമ അങ്ങനെ ഒഫീഷ്യലായിട്ട് 9 ദിവസം കൊണ്ടാണ് 200 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഒഫീഷ്യൽ പോസ്റ്റർ സിനിമ പ്രൊഡ്യൂസർ പുറത്തിറക്കിയത് 7 ദിവസം കൊണ്ടാണെന്നാണ്. പക്ഷെ ഒഫീഷ്യലായിട്ട് സിനിമ 9 ദിവസം കൊണ്ടാണ് 200 കോടി ക്ലബ് കംപ്ലീറ്റ് ആക്കിയത്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് നമ്മുടെ ദൃശ്യം സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസിനായിട്ട്. ഇപ്പൊ എന്തായാലും നമ്മുടെ ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമ ഈ വർഷത്തിൽ തന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് ആയി വാഴ 2 സിനിമയുടെ ഫൈനൽ തകർക്കാനുള്ള ഓട്ടത്തിൽ തന്നെയാണ്. ഓൾമോസ്റ്റ് വാഴ 2 സിനിമയുടെ ഫൈനൽ കളക്ഷൻ 238 കോടിയാണ്. നമ്മുടെ തുടരും സിനിമയുടെ ആ ഒരു 237 കോടി കംപ്ലീറ്റ് ചെയ്തിട്ട് 238 കോടിയാണ് നമ്മുടെ വാഴ 2 സിനിമയുടെ ഈ വർഷത്തെ ഹയസ്റ്റ് ഗ്രോസിംഗ് കളക്ഷൻ. എന്തായാലും കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും വേൾഡ് വൈഡ് ആണെങ്കിലും ഈ വർഷം വാഴ 2 തന്നെയാണ് തലപ്പത്ത് നിൽക്കുന്നത്. എന്തായാലും ലാലേട്ടൻ വന്നുകൊണ്ടിരിക്കുകയാണ് തൻ്റെ ആ ഒരു സാമ്രാജ്യം തിരിച്ചു പിടിക്കാനായിട്ട്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് നമ്മുടെ വാഴ 2 സിനിമയുടെ ഫൈനൽ കളക്ഷൻ തകർക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന്. കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സ് വ്യൂസ് യൂട്യൂബ് ചാനൽ. സിനിമ കണ്ടവർ എന്തായാലും മറക്കാതെ വാഴ 2 സിനിമയുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചെയ്യപ്പെടുത്തുക. ദൃശ്യം സിനിമയുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചെയ്യപ്പെടുത്തുക.